ഹായ് ഹായ് ഹലോ നമസ്കാരം. അപ്പം പുതിയ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കണമെന്ന് തോന്നി. എന്താ വെച്ചാൽ എനിക്ക് ഇത്രയും നാളും പ്രതികരിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചിട്ട് പറയുന്നൊരു കാര്യം. ഇത്രയും നാളും ഇപ്പം എന്തിനാണ് പ്രതികരിച്ചതെന്ന് വെക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് 2 ദിവസം മുമ്പാണ് ആ വീഡിയോ ഒന്ന് കണ്ടത്. അപ്പോൾ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ദിയ ചേച്ചി, അതായത് ദിയാകൃഷ്ണൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഓസിയാൻ, അതായത് നമ്മുടെ കൃഷ്ണകുമാർ സാറിൻ്റെ മകൾ ദിയ ചേച്ചി. അപ്പോൾ ദിയാകൃഷ്ണൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇട്ടാക്കുന്ന ഈ വീഡിയോ. അപ്പം ഈ വീഡിയോയിൽ ഒരു കാര്യം ആ കുട്ടി, അല്ലെങ്കിൽ കുട്ടിയോ ചേച്ചി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കാശ് കട്ടുകൊണ്ട് പോയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ ഇപ്പം അവരെ അറസ്റ്റ് ചെയ്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഇത് പറയണം, അതായത് പ്രതികരിക്കണം എന്ന് തോന്നിയൊരു കാര്യം. ആ സമയത്ത് അത് ഉണ്ടായ ടൈമിൽ നമുക്ക് സംസാരിക്കണം. പക്ഷെ ഇത് ശരി ആരുടെ ഭാഗത്താണ്, തെറ്റ് ആരുടെ ഭാഗത്താണ് നമുക്കറിയാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പ്രൂവ്ഡായിട്ട് പറയുന്ന അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ദിയ കൃഷ്ണൻ അവർ പറയുന്നത് അവർ ചെയ്തതാണ് എന്ന് പറഞ്ഞ ഒരു പ്രൂവ്ഡായിട്ട് ഒരു രണ്ടുപേരും സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കിതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണ് ഇതിൻ്റെ കറക്റ്റ് കാര്യം നമുക്ക് ക്ലിയർ കിട്ടാൻ നമുക്ക് ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ അവർ അറസ്റ്റ് വരെ ചെയ്തു വരാൻ എല്ലാവരും അക്കൗണ്ടിലും കൊടുത്ത ക്യാഷും അതൊക്കെ പോലീസ് കണ്ടെത്തി. എല്ലാം നടന്നുകൊണ്ട് നമുക്കതിന് പ്രതികരിക്കാം, ധൈര്യമായിട്ട് പ്രതികരിക്കാം. ഈ പൈസ അടിച്ചു മാറ്റിയ കാര്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ജാതിയുടെ കാര്യം പറഞ്ഞു, പിന്നെ അവരുടെ ഹസ്ബൻഡ് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു, പിന്നെ അവരെന്താ പറഞ്ഞു, ഇവർക്ക് ഭയങ്കര അവഗണനയെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ അടക്കം ഉള്ള ഒരുപാട് പെൺകുട്ടികൾ, ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈ സെയിൽസ്മാനായിട്ടും സെയിൽസ് ഗേളായിട്ടും ഒരുപാട് പേര് ജീവിക്കാൻ വേണ്ടി വർക്ക് ചെയ്തവരുണ്ട്. ഞാൻ അങ്ങനെ വന്ന ഒരാൾ തന്നെയാണ്. 100% എനിക്കത് പറയാൻ പറ്റും. ഞാൻ സെയിൽസ് ഗേളായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു. അപ്പം അവിടുത്തെ നമ്മളോടുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അവർ ആ സ്ഥാപനം നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഈ മൊണ്ണക്ക് അതറിയാവും. ഞാൻ ചോദിച്ചു പോവുകയാണ്, ഈ മൊണ്ണക്ക് അതറിയാവും നമ്മളോടുള്ളൊരു, നമ്മളെയൊക്കെ ക്യാഷ് അത്രയും ഒരു സ്ഥാപനത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വിട്ടിട്ടാണ് അവർ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അതിൽ എത്രയോ കോടിക്കണക്കിന് സാധനങ്ങൾ കാണും. അതിന് ആ കട തന്നെ ചിലപ്പം വാടകയ്ക്ക് ആയിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ 2 ദിവസമൊക്കെ അവർ മാറി നിൽക്കുന്നത്. കാരണം എന്താ, നമ്മൾ നല്ലോണം നോക്കും. നമ്മളുടെ വിശ്വാസം, നമ്മളുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. ഈ പൈസ ഈ കട്ടെടുത്ത് ഇവളുമാർക്കൊക്കെ ഇതറിയാവും. ഇപ്പം നടക്കുന്ന എന്തിനാണെന്ന് ഇവളുമാർക്കറിയാം. ഇവളുമാരൊക്കെ ഇപ്പം കാരണം ഇപ്പോൾ ഒരുപാട് കടകളിൽ നിൽക്കുന്ന പെൺകുട്ടി, വർഷങ്ങളായിട്ട് കുടുംബം നോക്കാൻ വേണ്ടി നിൽക്കുന്ന, വർഷങ്ങളായിട്ട് ഒരുപാട് പേര് കുടുംബം നോക്കാൻ വേണ്ടി ഈ ഒരു തൊഴിൽ നിന്ന് ജീവിച്ചു കൊണ്ട് അവർക്കൊക്കെ ഉണ്ടായ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഇവളുമാർ കാരണം ഇപ്പം അവർക്കൊന്നും ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിലായാലും എവിടെ ആയാലും അവർക്കൊന്നും ഒരു വിശ്വസ്തതയില്ല. അവിടെ ഇപ്പോൾ അവർക്ക് മുതലാളിമാർക്കെല്ലാം പേടിയാണ് ഇവരെ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തോന്ന് വെച്ചാൽ, ഇപ്പം ഇവർ ഇത്രയും ദിവസം എവിടെയെങ്കിലും പോകണമെങ്കിൽ അത്രയും ദിവസം ഷോപ്പ് അവധിയായിരിക്കും. ആ ഷോപ്പ് അവധിയാകുമ്പോൾ അത്രയും സാലറി ഇവർക്ക് കട്ട് ചെയ്യും. കൂടിപ്പോയി ഒരു ഷോപ്പിൽ നിന്ന് മാക്സിമം പോയാൽ എനിക്ക് തോന്നുന്നില്ല 25,000 രൂപയ്ക്ക് ഒരു സെയിൽസ് ഗേളിൽ നിന്ന് മേടിക്കുന്ന ഷോപ്പുകളുണ്ടോ ഇല്ലയെന്ന്, അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് മേടിക്കുന്ന ഷോപ്പുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വിഭാഗമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ചില സ്ഥലങ്ങളിൽ ഇവിടെ കൊടുക്കുന്നിടത്തൊക്കെ കാണുമായിരിക്കും, ചില സ്ഥലങ്ങളിൽ കുറവായിരിക്കും. മാക്സിമം പോയാൽ 10 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. ഇപ്പം നിലവിൽ 10,000 രൂപ തൊട്ടാണ് മിക്കവാറും സെയിൽസ് ഗേളിന് സ്റ്റാർട്ടിങ് വരുന്നത്. ഞാനൊക്കെ ഈ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് അത്ര പോലും ഇല്ലായിരുന്നു. 3,000 രൂപ 2,000 രൂപയ്ക്കൊക്കെ നമ്മൾ ആ ജോലിക്ക് സെയിൽസ് ഗേളായിട്ട് ഞാനൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഇറക്കുന്നത്. നമ്മൾ ആ ജോലിക്ക് നിന്നുകൊണ്ടാണ് പല മേഖലയിലും പോകുന്നതും അതിൽ കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മളെ വീട് നോക്കുന്നതായാലും കുടുംബം നോക്കുന്നതായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് തന്നെ. അപ്പം ഇവളുമാരിങ്ങനെ ചെയ്ത ഒറ്റൊരു കാര്യം കൊണ്ട് അങ്ങനെ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഇവളുമാർക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇവളുമാർ നീയൊക്കെ എടുത്തോ ഒരാളെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കത്തിയാൽ കൊടുത്ത് നീയൊക്കെ ഒരു 50,000 ഒരു പോട്ട് 1 ലക്ഷം, അതേ പോട്ട് 2 ലക്ഷം രൂപ നീയൊക്കെ ഇത്രയും അങ്ങ് കട്ടെടുക്കുന്നതിനോട് എടുത്തുനിന്ന് ഇത്രയും വിശ്വസ്ത അവരെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നീയൊക്കെ കാണുമ്പോൾ ഇത്ര അടുത്ത ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് നിനക്കൊക്കെ അറിയാവും. നീയൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാരണം ഒരുപാട് പെൺകുട്ടികൾ ഇപ്പം ഒരുപാട് പഠിക്കാൻ പോകുന്ന കുട്ടികൾ തന്നെ നമ്മൾ പാർട്ട് ടൈമായിട്ട് ഞാനൊക്കെ നിന്ന് ഒരുപാട് സ്ഥാപനങ്ങളിൽ
പാർട്ട് ടൈമായിട്ട് നിന്നിട്ട് ഉച്ചയ്ക്ക് വൈകിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ രാവിലെ കയറുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം നിന്നിട്ട് രാവിലെ പഠിക്കാൻ പോകുന്ന ഒരുപാട് അവരവരുടെ ഫീസായിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട്. ഇപ്പം അങ്ങനെയൊന്നും അധികം ആരെയും എടുക്കാത്ത കുറേ റീസൺസുകൾ ഈ ഒരു വിഷയം ആയതുകൊണ്ടാണ്. അപ്പോൾ അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് കൊണ്ടുപോകണം. അത് ഇത്രയും വൈറലായതും ഇത്രയും പ്രശ്നങ്ങളായതും അവർക്ക് യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകൾ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് അവരിത്രയും ശ്രദ്ധിക്കപ്പെട്ടതും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചത്. അതിലെങ്കിലുള്ള അവസ്ഥയിൽ ഒരു സാധാരണക്കാരിയായിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നമ്മളെപ്പോലുള്ള ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ജീവിക്കാനും അവർക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്ന ഒരു തൊഴിലാണ് സെയിൽസ് ഗേൾ അല്ലെങ്കിൽ സെയിൽസ്. അത് നമ്മളൊരു ഷോപ്പിൽ ചെന്ന് ഇവിടെ ആവശ്യമുണ്ടാകും. ഞങ്ങൾ ഉണ്ട് ഇന്ന് മുമ്പൊക്കെ ബയോഡേറ്റ ഇല്ലായിരുന്നു, പക്ഷെ ഇത് ചോദിച്ചിട്ട് കയറിയാൽ മതി. ഇപ്പം അങ്ങനെ ഇപ്പോൾ ബയോഡേറ്റയും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു. മുമ്പൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കയറി എത്ര ദിവസം ജോലി ചെയ്ത് പൈസ തരും, അത്രയേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ഈ ബയോഡേറ്റോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് അതുകൊണ്ടൊരു ഞാനൊക്കെ ഫസ്റ്റ് ഇറങ്ങുന്ന ടൈമിലൊന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെയൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്തൊന്നും ബയോഡേറ്റ എന്ന സംഭവം. പിന്നീട് ബയോഡേറ്റയൊക്കെ വരുന്നത് ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ നിലവിൽ അങ്ങനെ വരുന്നു. അപ്പം നീയൊക്കെ കാണുന്നുണ്ടായ ചില വിഷയങ്ങൾ നിനക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതൊക്കെ എവിടെ നിങ്ങൾ അറിയുന്നുണ്ടോ? അപ്പം നീയൊക്കെ ചെയ്യുന്നത് അനുഭവിക്കേണ്ട എത്ര പേരാണ്, എത്ര പേരാണ് ഈ ഓരോ വിഷയങ്ങൾ അനുഭവിക്കുന്നത്. അത് നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നീയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അപ്പം ഇനിയെങ്കിലും ഇത് ഒരാൾക്ക് മാത്രമുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ കുടുംബം നോക്കാൻ വേണ്ടി സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ ജീവിച്ച് വിടുന്നുണ്ട്. അപ്പം കക്കുക എന്ന് പറയുന്ന അവൾമാർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷയാണ് കിട്ടുക. അപ്പം കട്ടെടുക്കുക എന്നുള്ളത് മാക്സിമം ഒഴിവാക്കുക. നാളെ അവർക്ക് ചോദിച്ച് മേടിക്കുക. അവരത്തെ ഒരു അഡ്വാൻസ് ചോദിച്ചാലോ അവർ തരും, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് മേടിക്കുക. കട്ടെടുക്കുന്ന പരിപാടികളെ മാക്സിമം എല്ലാവരും ഒഴിവാക്കുക. കാരണം ഈ ഒരു ജോലി ചെയ്ത് ജീവിച്ച് എൻ്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോക്കിയ ഒരാളായതുകൊണ്ട് ഇത്രയും പവറായിട്ട് ഞാനിത് പറയുന്നത്. അത് ഞാനത് പറയാൻ വരത്തേയില്ല. കാരണം ഈ ജോലി ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നാൾ ഈ ജോലി കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. സെയിൽസ് ഗേൾ എന്നുള്ളത് ഇതുകൊണ്ട് ഞാനിപ്പോൾ ജീവിച്ചിട്ടുണ്ട്. അതൊന്ന് പറയുന്നതിന് ഇത് ഒരു നാണക്കേടും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊക്കെ നല്ല തൊഴിൽ തന്നെയാണ്. നമുക്ക് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത്, നമ്മളുടെ സാധ്യതകളിൽ ഏറ്റവും കൂടുതലുള്ളത് അതാണ്. ഇപ്പോൾ എല്ലാം പഠിച്ച് നമുക്ക് PSC ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണമെങ്കിലും നമുക്ക് കയ്യിൽ സാമ്പത്തികം വേണമല്ലോ. തൽക്കാലം നമുക്ക് ജീവിച്ച് പോകാനുള്ള ഈ ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ കട്ടെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് മാക്സിമം ഒഴിവാക്കുക. ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് പേര് പാവത്തുങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ജീവിക്കുന്നവർക്കും കൂടി നീയൊക്കെ ചെയ്ത ഒരു പാരയായിട്ട് വന്ന് നടക്കുക. മൊണ്ണകളെ എന്നിട്ടൊക്കെ പറയുന്നത് മനസ്സിലാക്കുക. എനിക്ക് എന്തിനാ കട്ടെടുക്കാം, ഇത് എന്തൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ ഈ ജാതി എന്ന് പറയുന്നത് എന്ത് തെമ്മാടത്തിനും തോന്നിയാസവും കാണിച്ചിട്ട് ഉപയോഗിക്കാറുള്ളതല്ല ജാതി. അത് വേറെ ഏറ്റവും രണ്ട് കാര്യം പറഞ്ഞാൽ നമുക്ക് ജനങ്ങൾ നമ്മളെ സൈഡിൽ നിൽക്കും. ഒന്ന് ജാതി, ഏതൊരു ഇതെടുത്തിപ്പോൾ നമ്മുടെ ജാതിയുടെ പേര് അവഗണിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു പൊളിറ്റീഷ്യനായാലും ഒരു നിയമം ആയാലും നമ്മളെ കൊടുക്കും. രണ്ട് എന്ന് പറയുന്നത് നമ്മളെ അപമാനിച്ചു, നമ്മൾ ആവശ്യമില്ലാത്ത പറഞ്ഞു എന്ന് പറഞ്ഞൊരു സ്ത്രീക്ക് അപമാനം സംഭവിച്ചു എന്ന് പറയുന്ന ആ ഒരു രണ്ട്. ഈ രണ്ട് കാര്യത്തിൽ സ്ത്രീക്ക് നിലവിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിന്ന് പോകുന്ന ആരെങ്കിലും എത്ര വലിയ ആൾക്കാരെയാണ് കുറ്റപ്പെടുത്താൻ പറ്റും. പക്ഷേ നിങ്ങളിത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഈ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് പോലും നിങ്ങൾ ആവശ്യമില്ലാത്ത ജാതിയുടെയും ഈ ആവശ്യമില്ലാത്ത ആ കുട്ടിയുടെ ഹസ്ബൻഡ് മോശമായിട്ട് പെരുമാറിയെന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴത്തേക്കും വേറൊരു കുട്ടിക്ക് അത് യഥാർത്ഥം സംഭവിച്ചാൽ അത് ഒരിക്കലും ആരും വിശ്വസിക്കില്ല. അത് അന്നത്തെ പോലെ കള്ളത്തരം വിളിക്കും എന്നെ വിശ്വസിക്കും. നിങ്ങളിപ്പോൾ ഈ ചെയ്ത കള്ളത്തരം, നിങ്ങൾ പൈസ കട്ടെടുത്ത് നിങ്ങൾ ആ കള്ളത്തരം ചെയ്തിട്ട് നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ട് നിങ്ങൾ ആ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് വേറെ അവർക്ക് എനിക്കിത് പറയാത്തത്, നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നു. സാധാരണക്കാർക്കുണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്, അത് വേറെ ഒന്നുമല്ല പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഓടി പിടിക്കുന്ന ജാതിയും അല്ലാതെ ഓടെ പിടിക്കുന്നതിനൊക്കെ പീഡിപ്പിച്ചു അല്ലാതെ രണ്ട് നിങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്താലും പിടിക്കാതെ രണ്ട് കാര്യങ്ങളല്ല.
അല്ലെങ്കിൽ സത്യസന്ധത നിങ്ങൾ ഏൽക്കുക, ഞാൻ ചെയ്തു എന്ന് നിങ്ങൾ ഏറ്റവും പൈസ അറിയാനായിട്ട് നിങ്ങൾ ചെയ്തു. നിങ്ങൾ അന്ന് ആ വീഡിയോ ഒക്കെ വൈറലായൊരു കാര്യമുള്ളൂ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുന്നത് സാധാരണക്കാരത് എങ്ങനെ ബാധിക്കുമെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇന്ന് പ്രതികരിക്കാൻ തോന്നിയ ഈ ഒരു സാധനമാണ്. കാര്യത്തെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം നമ്മൾ ആ ഒരു സെയിം ഇതിൽ വന്നത് കൊണ്ടും നമുക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ പ്രതികരിക്കാൻ തന്നത്. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.